ഹലോ നമസ്കാരം. സിനിമാ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാലിന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന ജൂഡ് ആന്റണി ചിത്രം തുടക്കം സിനിമയുടെ പൂജ കൊച്ചിയിൽ നടന്നു. മോഹൻലാൽ കുടുംബസമേതമാണ് ചടങ്ങിനെത്തിയത്. സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പ്രണവ് മോഹൻലാൽ ആണ് ആദ്യ ക്ലാപ്പടിച്ചത്. കൊച്ചിയിൽ നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ ദിലീപ്, ജോഷി, രഞ്ജിത്ത് തുടങ്ങി സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മകൾ സിനിമയിലേക്ക് എത്തിയത് വളരെ സന്തോഷം നൽകുന്നതാണെന്ന് മോഹൻലാൽ പറഞ്ഞു. ഞാനും സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ നടനാക്കിയതും 48 വർഷങ്ങൾ നിലനിർത്തിയതും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് തുടക്കം നിർമ്മിക്കുന്നത്. ഒരു ആക്ഷൻ എന്റർടൈൻമെന്റാണ് ചിത്രമെന്ന് മൂവി ടീം പറഞ്ഞു. തായ് ഉൾപ്പെടെയുള്ള ആയോധന കലയിൽ പരിശീലനം നേടിയ ആളാണ് വിസ്മയ. അതുകൊണ്ട് തന്നെ ആയോധന മുറകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ വിസ്മയെ നായികയാക്കാൻ സംവിധായകൻ ജൂഡ് ആന്റണി തീരുമാനിച്ചതെന്നാണ് വിവരം. വിസ്മയുടെ അഭിനയ രംഗത്തേക്കുള്ള പുതിയ തുടക്കം സിനിമ ആരാധകർ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. മമ്മൂട്ടി ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന പുതിയ പ്രഖ്യാപനമാണ് മൂവി ടീം പുറത്തുവിട്ടിരിക്കുന്നത്. മാർക്കോ, കാട്ടാളൻ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ക്യൂബിക്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനാകുന്നു. മമ്മൂട്ടിയും യുവ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ആദ്യമായി ഒരുമിക്കുന്ന സിനിമയുടെ തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചു വരികയാണ്. മാർക്കോ തീർത്ത ബോക്സ് ഓഫീസ് ഹിറ്റിന് ശേഷമുള്ള കാട്ടാളന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു വരികയാണ്. അതിനുശേഷമായിരിക്കും ക്യൂബിക്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ വരാൻ പോകുന്ന മമ്മൂട്ടി ഷെരീഫ് മുഹമ്മദ് ചിത്രം. പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ മാർക്കോയുടെ രണ്ടാം ഭാഗമായ ലോഡ് മാർക്കോ ആണോ ഈ മമ്മൂട്ടി ചിത്രം എന്നും അഭ്യൂഹങ്ങളുണ്ട്. ലോഡ് മാർക്കോയിൽ നേരത്തെ യാഷ് എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും അത് ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോഡ് മാർക്കോയിൽ മാർക്കോ മമ്മൂട്ടി തന്നെയാവും എന്നാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സ്ഥിരീകരിക്കാത്ത വിവരം. പക്ഷേ ഇതൊന്നും മൂവി ടീം കേന്ദ്രങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മമ്മൂട്ടി, അദേനി, ഷെരീഫ് മുഹമ്മദ് ഈ കോംബോ ഒരുമിക്കുന്നു എന്ന വാർത്തകൾ ആരാധകർക്കും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.